ഗുരുവായൂർ സത്യാഗ്രഹം നടന്ന വർഷം ഓപ്ഷൻ ഡി ആണ് 1931. ഗാന്ധിജി ഇന്ത്യയിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച ആദ്യത്തെ സമരമേത്? ഓപ്ഷൻ എ ആണ് ചമ്പാരൻ സത്യാഗ്രഹം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയ്ക്ക് കാരണമായ നിയമം ഏത്? ഓപ്ഷൻ ഡി ആണ് റൗലത്ത് നിയമം. അടുത്ത ക്വസ്റ്റ്യൻ, ഹിന്ദുസ്ഥാൻ റിപ്പബ്ലിക് അസോസിയേഷൻ എന്ന സംഘടനയുമായി ബന്ധമില്ലാത്തതാര്? ഓപ്ഷൻ ഡി ആണ് ഉധം സിംഗ്. ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരം വരുത്തുന്നത് ചർച്ച ചെയ്യുന്നതിന് വിളിച്ചു ചേർത്തതാണ് വട്ടമേശ സമ്മേളനങ്ങൾ. എല്ലാ വട്ടമേശ സമ്മേളനങ്ങളിലും പങ്കെടുത്ത വ്യക്തി ആര്? ഓപ്ഷൻ ബി ആണ് അംബേദ്കർ. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന നിർമ്മാണവുമായി ബന്ധമില്ലാത്തത് ആർക്ക്? ഓപ്ഷൻ ബി ആണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് 1, 3, 4, 6. അതായത് സമത്വത്തിനുള്ള അവകാശം, ഇഷ്ടപ്പെട്ട മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം, സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. അടുത്ത ക്വസ്റ്റ്യൻ, നിർദ്ദേശക തത്വങ്ങൾ നടപ്പിലാക്കാൻ സമീപിക്കേണ്ട കോടതി ഏത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. കോടതിയെ സമീപിക്കാനാകില്ല. ലോകത്തിലെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യം? ഓപ്ഷൻ ബി ആണ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ, പാർലമെന്റിന്റെ പ്രധാന ചുമതല എന്ത്? ഓപ്ഷൻ ബി ആണ് നിയമനിർമ്മാണം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നവയിൽ ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏത്? ഓപ്ഷൻ എ ആലുവ മണപ്പുറത്ത് ശിവലിംഗ പ്രതിഷ്ഠ നടത്തി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗം നേതാവായ മലയാളി ആര്? ഓപ്ഷൻ സി ആണ് കേട്ടോ, ക്യാപ്റ്റൻ ലക്ഷ്മി. അടുത്ത ക്വസ്റ്റ്യൻ, കേരള കലാമണ്ഡലത്തിന്റെ സ്ഥാപിതവുമായി ബന്ധപ്പെട്ട വ്യക്തി ആര്? ഓപ്ഷൻ ബി ആണ് വള്ളത്തോൾ നാരായണ മേനോൻ. അടുത്ത ക്വസ്റ്റ്യൻ, സമപന്തി ഭോജനം നടത്തിയ കേരളത്തിലെ സാമൂഹിക പ്രവർത്തകൻ ആര്? ഓപ്ഷൻ ബി ആണ് വൈകുണ്ഠ സ്വാമികൾ. സ്വദേശാഭിമാനി എന്ന പത്രം ആരംഭിച്ചതാര്? ഓപ്ഷൻ സി ആണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അടുത്ത ക്വസ്റ്റ്യൻ, ആദ്യമായി ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഉറുഗ്വേ എന്ന രാജ്യത്തിനാണ്. എന്നാൽ ഏറ്റവും കൂടുതൽ തവണ ഫുട്ബോൾ ലോകകപ്പ് കിട്ടിയത് ഏതു രാജ്യത്തിനാണ്? ഓപ്ഷൻ സി ആണ് ബ്രസീൽ. ശ്രീലങ്കയിലെ നിലവിലെ പ്രസിഡന്റിന് തൊട്ട് മുൻപ് പദവിയിലുണ്ടായിരുന്ന പ്രസിഡന്റ് ആരായിരുന്നു? ഓപ്ഷൻ സി ആണ് റനിൽ വിക്രം സിൻഹ. ക്വസ്റ്റ്യൻ, ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ്? ഓപ്ഷൻ ബി ആണ് വി പി മേനോൻ. ചേരുംപടി ചേർക്കുക. ഓപ്ഷൻ എ ആണ് കേട്ടോ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. അതായത് ഭിലായി സോവിയറ്റ് യൂണിയൻ, ബൊക്കാറോ സോവിയറ്റ് യൂണിയൻ, റൂർക്കേല ജർമ്മനി, ദുർഗാപൂർ ബ്രിട്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, വിദ്യാഭ്യാസത്തെ സാംസ്കാരികവുമായി ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര സാംസ്കാരിക വകുപ്പ് 1979 രൂപീകരിച്ച സ്ഥാപനമായ സെന്റർ ഫോർ കൾച്ചറൽ റിസോഴ്സ് ആൻഡ് ട്രെയിനിങ്ങിന്റെ ആസ്ഥാനം? ഓപ്ഷൻ സി ആണ് ന്യൂഡൽഹി. അടുത്ത ക്വസ്റ്റ്യൻ, പുതിയ സഹസ്രാബ്ദത്തിലേക്ക് ഇന്ത്യയെ നയിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം? ഓപ്ഷൻ ഡി ആണ് 1986. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്ര പുരോഗതിയിൽ വിദ്യാഭ്യാസത്തിനുള്ള പ്രാധാന്യം തിരിച്ചറിഞ്ഞ് 10+2+3 മാതൃകയിൽ വിദ്യാഭ്യാസം നടപ്പിലാക്കണമെന്ന് ശുപാർശ ചെയ്ത വിദ്യാഭ്യാസ കമ്മീഷൻ? ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, കോത്താരി കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ലോക ഫുട്ബോൾ ദിനം എന്നാണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ, മെയ് 25. 2024 ONV സാഹിത്യ പുരസ്കാര ജേതാവ്? ഓപ്ഷൻ എ ആണ് പ്രതിഭ റായ്. ഇന്ത്യയിലെ ഭൂമിശാസ്ത്ര വിവരങ്ങളിലെ തെറ്റേത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, ബി ഡി. അടുത്ത ക്വസ്റ്റ്യൻ, ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന യുദ്ധഭൂമി? ഓപ്ഷൻ ബി ആണ് സിയാച്ചിൻ. ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റേത്?
ഓപ്ഷൻ ബി ആണ് കേട്ടോ, കിഴക്ക് ഭൂട്ടാൻ. ഇന്ത്യയുടെ ഭൂപ്രകൃതി സവിശേഷത ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ബി ആണ് ഹിമാലയം. ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരമേത്? ഓപ്ഷൻ സി ആണ് ശൈത്യകാലത്ത് പശ്ചിമ ബംഗാളിൽ അനുഭവപ്പെടാറുള്ള ഇടിയോടുകൂടിയ ശക്തമായ മഴയാണ് കാൽബൈ ഷാഹി. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൻ്റെ ഭൂപ്രകൃതി സവിശേഷതകളിൽ ശരി ഏത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, എല്ലാം ശരി. അടുത്ത ക്വസ്റ്റ്യൻ, സൂചനകളിൽ നിന്ന് പ്രദേശം തിരിച്ചറിയുക. ഒന്നാമത്തത്, പശ്ചിമഘട്ടത്തിൻ്റെ പൂർവ്വഭാഗത്തുള്ള തമിഴ്നാടിനെയും പശ്ചിമ ഭാഗത്തുള്ള കേരളത്തിനെയും യോജിപ്പിക്കുന്ന മലമ്പാത ഏകദേശം 40 കിലോമീറ്റർ വീതിയുണ്ട്. ഇതിലെ ഏറ്റവും താഴ്ന്ന പ്രദേശം തൃശ്ശൂരിലാണ്. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ, പാലക്കാട് ചുരമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികളെ നീളത്തിൻ്റെ അടിസ്ഥാനത്തിൽ നീളം കൂടിയതാദ്യമെന്ന രീതിയിൽ പട്ടികപ്പെടുത്തുക. ഓപ്ഷൻ ഡി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നദികൾ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് കേട്ടോ, കറക്റ്റായിട്ടുള്ള ആൻസർ നെയ്യാറാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്നതിൽ കേരളത്തിലെ ദേശീയ ജലപാത. ഓപ്ഷൻ സി ആണ് നാഷണൽ വേ വാട്ടർ ഓഫ് 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ വൈദ്യുത പദ്ധതികൾ ഒറ്റയാനെ കണ്ടെത്തുക. ഓപ്ഷൻ ഡി ആണ് വരുന്നത്. ഓക്കെ, സിയാൽ പദ്ധതി എറണാകുളം. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ മത്സ്യബന്ധന വകുപ്പ് മന്ത്രി. ഓപ്ഷൻ എ ആണ് കേട്ടോ, സജി ചെറിയാൻ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിട്ടുള്ള സൂചനയിൽ നിന്ന് കേരളത്തിലെ വന്യജീവി സങ്കേതം കണ്ടെത്തുക. ഒന്നാമത്തത്, പശ്ചിമഘട്ടത്തിൽ മഴനിഴൽ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം വംശനാശ ഭീഷണി നേരിടുന്ന ചാമ്പൽ മലയണ്ണാൻ്റെയും നക്ഷത്ര ആമകളുടെയും വാസസ്ഥലം. ഓപ്ഷൻ സി ആണ് കേട്ടോ, ചിന്നാർ വന്യജീവി സങ്കേതം. അടുത്ത ക്വസ്റ്റ്യൻ, ഗ്രാമസഭയുടെ കൺവീനർ ആരാണ്? ഓപ്ഷൻ സി ആണ് വാർഡ് മെമ്പർ. പ്രഥമ കേരള സ്കൂൾ ഒളിമ്പിക്സ് ഏത് ജില്ലയിൽ? ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ, എറണാകുളം. അടുത്ത ക്വസ്റ്റ്യൻ, കർഷകർക്കുള്ള എല്ലാ സേവനങ്ങളും ഒരു കുടക്കീഴിൽ ലഭ്യമാകുന്ന സംയോജിത പോർട്ടലാണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ, കതിർ ആപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇപ്പോഴത്തെ കേന്ദ്ര പഞ്ചായത്ത് രാജ് മന്ത്രി ആര്? ഓപ്ഷൻ ഡി ആണ് രാജീവ് രഞ്ജൻ സിംഗ്. അടുത്ത ക്വസ്റ്റ്യൻ, പാരീസ് 2024 ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര ജാവലിൻ എറിഞ്ഞ ദൂരം. ഓപ്ഷൻ എ ആണ് 89.45 മീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ, യുണൈറ്റഡ് നേഷൻസ് മാനവ വികസന സൂചിക 2022 പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 134. അടുത്ത ക്വസ്റ്റ്യൻ, ഉപഗ്രഹങ്ങൾ ഇല്ലാത്ത ഗ്രഹം. ഓപ്ഷൻ എ ആണ് ബുധൻ. അടുത്ത ക്വസ്റ്റ്യൻ, സൽത്തനത്ത് മുഗൾ കാലഘട്ടത്തിൽ പേർഷ്യൻ സംഗീതത്തിൻ്റെ സ്വാധീന ഫലമായി രൂപപ്പെട്ട സംഗീത ശൈലി ഏത്? ഓപ്ഷൻ സി ആണ് കേട്ടോ, ഹിന്ദുസ്ഥാനി സംഗീതം. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം കാവ്യാത്മക ശൈലിയിൽ എഴുതിയതാര്? ഓപ്ഷൻ ഡി ആണ് ജവഹർലാൽ നെഹ്റു. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായി കണക്കാക്കുന്നത്. ഓപ്ഷൻ ഡി ആണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ. അടുത്ത ക്വസ്റ്റ്യൻ, നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങളുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ല താനും. ഈ വാക്കുകൾ ആരുടേതാണ്? ഓപ്ഷൻ ബി ആണ് ഗാന്ധിജി. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീലങ്കൻ ക്രിക്കറ്റ് ഇതിഹാസം മുത്തയ്യ മുരളീധരൻ്റെ ജീവിതം ആസ്പദമാക്കി പുറത്തിറങ്ങിയ ചലച്ചിത്രം. ഓപ്ഷൻ ബി ആണ് 800. അടുത്ത ക്വസ്റ്റ്യൻ, ലോക അധ്യാപക ദിനം എന്ന്? ഓപ്ഷൻ ബി ആണ് ഒക്ടോബർ 5. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ആദ്യത്തെ സൗരോർജ വിനോദ സഞ്ചാര ബോട്ട്. ഓപ്ഷൻ എ ആണ് ഇന്ദ്ര. 2024 G20 ഉച്ചകോടിക്ക് അധ്യക്ഷത വഹിക്കുന്ന രാജ്യമേത്? ഓപ്ഷൻ ബി ആണ് ബ്രസീൽ.
ക്വസ്റ്റ്യൻ പ്രസ്താവനകൾ വിലയിരുത്തി താഴെ പറയുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ബി ആണ്, ബി, സി ശരി. അതായത് ശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശസിര, അശുദ്ധരക്തം വഹിക്കുന്ന രക്തക്കുഴലുകളാണ് ശ്വാസകോശധമനി. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതെല്ലാം? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. എ, ഡി ശരി. അതായത് വൈറ്റമിൻ എ, വിറ്റാമിൻ ഡി. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ മെച്ചപ്പെട്ട ഇനം പച്ചമുളകാണ്? ഓപ്ഷൻ സി ആണ് ജ്വാലാമുഖി. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ഫിറമോണിന് ഉദാഹരണമായത് ഏത്? ഓപ്ഷൻ ബി ആണ് ബോബിക്കോൾ. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ജീവജാലങ്ങളുടെ എക്സിറ്റ് സംരക്ഷണത്തിന് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ ആണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. 2023 വൈദ്യശാസ്ത്ര നൊബേൽ സമ്മാനം ലഭിച്ചത് ഏത് രോഗത്തിനെതിരെയുള്ള വാക്സിൻ കണ്ടെത്തിയതിനാണ്? ഓപ്ഷൻ സി ആണ് കോവിഡ്-19. അടുത്ത ക്വസ്റ്റ്യൻ നിപ്പ രോഗത്തിന് കാരണമായ രോഗാണു ഏത്? ഓപ്ഷൻ ബി ആണ് വൈറസ്. അടുത്ത ക്വസ്റ്റ്യൻ ധവളപ്രകാശം അതിൻ്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രവർത്തനം ഏത്? ഓപ്ഷൻ ബി ആണ് പ്രകീർണനം. അടുത്ത ക്വസ്റ്റ്യൻ ഉറുമ്പ് കടിക്കുമ്പോൾ വേദന തോന്നുന്നത് അവ നമ്മുടെ ശരീരത്തിൽ കുത്തിവെക്കുന്ന ഒരു ആസിഡ് മൂലമാണ്. ഏതാണ് ആസിഡ്? ഓപ്ഷൻ എ ആണ് ഫോർമിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതികളിൽ പെടാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് വിസരണം. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ പിച്ചളയുടെ ഘടകമായി വരുന്ന ലോഹം ഏത്? ഓപ്ഷൻ സി ആണ് സിങ്ക്. അടുത്ത ക്വസ്റ്റ്യൻ പണ്ട് മരുഭൂമിയിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിച്ചിരുന്ന നക്ഷത്രഗണം ഏതാണ്? ഓപ്ഷൻ ബി ആണ് വേട്ടക്കാരൻ. അടുത്ത ക്വസ്റ്റ്യൻ മൂലകങ്ങളെ ആദ്യമായി വർഗീകരിച്ച ശാസ്ത്രജ്ഞനാര്? ഓപ്ഷൻ ഡി ആണ് ലാവോസിയ. അടുത്ത ക്വസ്റ്റ്യൻ ചന്ദ്രൻ്റെ ദക്ഷിണധ്രുവത്തിൽ ഇറങ്ങിയ ഇന്ത്യയുടെ ചന്ദ്രവാഹനം ഏത്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, ചന്ദ്രയാൻ 3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം എഴുതുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ടുള്ള ആൻസർ. ക്ഷയം, മൈക്രോ ബാക്ടീരിയം, ട്യൂബർകുലോസിസ്, എലിപ്പനി ലെപ്റ്റോസ്പൈറ, ഡെങ്കിപ്പനി വൈറസ്, മലമ്പനി പ്ലാസ്മോഡിയം. അടുത്ത ക്വസ്റ്റ്യൻ മന്ദരോഗം പരത്തുന്ന കൊതുക് ഏത്? ഓപ്ഷൻ എ ആണ് കേട്ടോ, ക്യുലെക്സ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ താഴെ തന്നിരിക്കുന്നവയിൽ വായുവിൽ കൂടി പകരുന്ന രോഗം ഏത്? ഓപ്ഷൻ സി ആണ് മിസീൽസ്. അടുത്ത ക്വസ്റ്റ്യൻ രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം? ഓപ്ഷൻ എ ആണ് ഇരുമ്പ്. അടുത്ത ക്വസ്റ്റ്യൻ ലോകത്തിലാദ്യമായി വാക്സിൻ കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ? ഓപ്ഷൻ ബി ആണ് എഡ്വേർഡ് ജെന്നർ. അടുത്ത ക്വസ്റ്റ്യൻ രക്തസമ്മർദ്ദം അളക്കുന്നതിനുള്ള ഉപകരണം ഏത്? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, സിഗ്മോ മാനോമീറ്റർ. അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്തെഴുതുക. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ, 2, 3 ശരി. അതായത് മസ്തിഷ്കത്തിലെ രക്തക്കുഴലുകൾ പൊട്ടി രക്തപ്രവാഹം തടസ്സപ്പെടുന്ന അവസ്ഥയാണ് പക്ഷാഘാതം. അടുത്തത് അനിയന്ത്രിതമായ കോശവിഭജനം വഴി കോശങ്ങൾ പെരുകി ഇതര കലകളിലേക്ക് വ്യാപിക്കുന്നതാണ് ക്യാൻസർ. അടുത്ത ക്വസ്റ്റ്യൻ എംഫീസീമ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ഓപ്ഷൻ സി ആണ് ശ്വാസകോശം. അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൽ സർക്കാർ തലത്തിൽ നടപ്പിലാക്കുന്ന മരണാനന്തര അവയവ കൈമാറ്റ പദ്ധതി? ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ, മൃതസഞ്ജീവനി. ജീവിതശൈലി രോഗങ്ങൾ നിയന്ത്രിക്കുന്നതിനായി സംസ്ഥാന സർക്കാർ ആരംഭിച്ച പദ്ധതി? ഓപ്ഷൻ എ ആണ് അമൃതം ആരോഗ്യം. അടുത്ത ക്വസ്റ്റ്യൻ 2024 ഒളിമ്പിക്സ് മത്സരത്തിൽ ഇന്ത്യൻ ഹോക്കി ടീമിൻ്റെ ക്യാപ്റ്റൻ ആരായിരുന്നു? ഓപ്ഷൻ ബി ആണ് കേട്ടോ, ഹർമൻപ്രീത് സിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ 70ാം ദേശീയ ചലച്ചിത്ര അവാർഡിന് അർഹമായ മികച്ച ചിത്രം? ഓപ്ഷൻ ബി ആണ് ആട്ടം. അടുത്ത ക്വസ്റ്റ്യൻ
അമീബിക് മസ്തിഷ്ക ജ്വരത്തിന് കാരണമായ രോഗാണു മനുഷ്യ ശരീരത്തിൽ എത്തുന്നത് ഏതിലൂടെ? ഓപ്ഷൻ എ ആണ് മലിനജലം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ സ്പേസ് റിസർച്ച് ഓർഗനൈസേഷൻ ഇപ്പോഴത്തെ ചെയർമാൻ ആര്? ഓപ്ഷൻ ബി ആണ് എസ് സോമനാഥ്. അടുത്തതിന് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ്. 81ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 82ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ ആണ്. 83ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 84ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി. 85ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി. 88ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 87ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 88ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി. 89ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 90ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 91ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 92ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 93ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി. 94ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി. 95ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 96ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി. 97ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ഡി. 98ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 99ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ എ. 100ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ ബി.